ജമ്മുവിലെ ഇവരപ്പുറം ഒരു ദിവസം. ഇന്നലെ ഞാൻ ഇവരപ്പുറേനു താമസിച്ചത്. അങ്ങനെ അവരോടെല്ലാം യാത്ര പറഞ്ഞുകൊണ്ട് ഞാൻ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കുറച്ച് പോയാലും ഒരു സ്ഥലത്ത് ബ്രേക്ക് എടുത്തി. അപ്പോൾ ഫുൾ ആളും കൂടി അവിടെ കച്ചവടം തുടങ്ങി. അങ്ങനെ അവിടുന്ന് വീണ്ടും മുമ്പോട്ടേക്ക് പോയി. ഏകദേശം ഒരു 20 കിലോമീറ്ററോളം ഉണ്ട് ഇവിടുന്ന് ജമ്മുവിലേക്ക്. സൈക്കിളാണെങ്കിൽ നല്ല കണ്ടീഷനും അല്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഫുഡ് കൊണ്ട് തന്ന്. അങ്ങനെ അതും കഴിച്ച് ഞാൻ വീണ്ടും വിട്ടു. അങ്ങനെ കുറച്ച് പോയാലും പോലീസുകാർ പിടിച്ചു. എന്നിട്ട് എന്നോട് ഇങ്ങനെ എവിടെ പോകുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുറച്ച് മുമ്പോട്ട് വരെയൊക്കെ നല്ല ചൂട്. എന്നാൽ പിന്നെ ഒരു ചായ കുടിക്കാൻ പറഞ്ഞാൽ ആ ചൂട്ടത്ത് ചായയും കുടിച്ച് അടുത്തുള്ള പള്ളിയിൽ നോക്കി വിട്ട് സൈക്കിളും ലോക്കാക്കി പള്ളിയിൽ പോയി. അങ്ങനെ പള്ളിയിൽ പോയി വരുമ്പോഴത്തേക്കും ഫുൾ ആള് കൂടി. അങ്ങനെ ആടുന്ന് നേരെ വിട്ടത് എൻ്റെ ഏട്ടൻ്റെ ചങ്ങായുണ്ട് ഇവിടെ ഒരാൾ. ഓരോടത്തേക്കാണ്. ഓരോടത്തേക്ക് പോയി നോക്കുമ്പോഴത്തേക്കും ഓരോ ടാറ്റു ആർട്ടിസ്റ്റാണ്. അങ്ങനെ ഓരോപ്പുറം ഫുഡും കഴിക്കാൻ പോയി. എൻ്റെ സൈക്കിളിന് കുറച്ച് കംപ്ലൈൻറ്റെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ സൈക്കിളെല്ലാം മൊത്തം റെഡിയാക്കി നൈറ്റ് നേരെ ഓരോ വീട്ടിലേക്ക് പോയി. വീടിൻ്റെ പുറത്ത് പോയവരുണ്ട് ഓരോ ടൈഗർ വണ്ടി അവിടെ. അങ്ങനെ ഓരോ പൂച്ചേനെല്ലാം കളിപ്പിച്ച് സെറ്റായി.